ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്ന കർത്താവിലാൻ അനുഗ്രഹീതരായ ദൈവത്തിൻ്റെ മക്കളെ, സന്തോഷത്തോടെ ഇന്നത്തെ ദിവസം ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിങ്ങൾക്കുള്ള ദൈവിക ആലോചനയ്ക്കായി ദൈവപാദപീഠത്തിലിരിക്കുമ്പോൾ കർത്താവ് എൻ്റെ ഹൃദയത്തിൽ ബോധിപ്പിച്ച ആത്മീക ചിന്തയിലേക്ക് നമ്മൾ കിടക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ തന്നെയുള്ള നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ആത്മരക്ഷകനും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രവും സ്തുതിയും മഹത്വവും പുകഴ്ചയും എല്ലാം കരയറ്റിക്കൊണ്ട് ഇന്ന് നാം ഒരുമിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന ആത്മീക ചിന്തയ്ക്ക് ആധാരമായ വേദവാക്യം 106 സങ്കീർത്തനത്തിലാണ്. 106 സങ്കീർത്തനത്തിൻ്റെ 4-5 വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. സങ്കീർത്തനങ്ങൾ 106, 4, 5. യഹോവേ, അങ്ങ് തെരഞ്ഞെടുത്തവരുടെ നന്മ ഞാൻ കാണേണ്ടതിനും അങ്ങയുടെ ജനത്തിൻ്റെ സന്തോഷത്തിൽ സന്തോഷിക്കേണ്ടതിനും അങ്ങയുടെ അവകാശത്തോടു കൂടെ പുകഴേണ്ടതിനും അങ്ങയുടെ ജനത്തോടുള്ള കടാക്ഷപ്രകാരം എന്നെ ഓർത്ത് അങ്ങയുടെ രക്ഷ കൊണ്ട് എന്നെ സന്ദർശിക്കണമേ. ആദ്യത്തെ വാചകം, യഹോവേ, അങ്ങ് തെരഞ്ഞെടുത്തവരുടെ നന്മ ഞാൻ കാണേണ്ടതിനും. ഭക്തന്മാരുടെ എത്രയോ പ്രാർത്ഥനകൾ വേദപുസ്തകത്തിനകത്തുണ്ട്. അതൊക്കെ നമുക്കൊരു മാതൃകയാണ്. 106 സങ്കീർത്തനം ദാവീദ് രാജാവ് രചിച്ചതാണെന്നാണ് പൂർവ്വകാലത്തുള്ള ഭക്തന്മാർ, വ്യാഖ്യാതാക്കളൊക്കെ പറയപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിരുന്നു എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ളവൻ. ആ ഹൃദയത്തിനകത്തെ ആകാംക്ഷയും ആഗ്രഹമൊക്കെ തൻ്റെ പ്രാർത്ഥനാ വാചകങ്ങളിൽ പലപ്പോഴും ഈ സങ്കീർത്തന ഭാഗത്ത് തന്നെ രചിക്കപ്പെട്ടിട്ടുണ്ട്. ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്, ദാവീദിൻ്റെ കൊച്ചു കൊച്ചു പ്രാർത്ഥനകൾ ഒത്തിരി ശ്രദ്ധിച്ചിട്ടുണ്ട്. കൊച്ചു കൊച്ചു പ്രാർത്ഥനകൾ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ കൊച്ചു കൊച്ചു പ്രാർത്ഥനകളിൽ ഒരു പ്രാർത്ഥനയാണ് ദൈവത്തോട്. ആ പ്രാർത്ഥനയ്ക്കകത്ത് താൻ തനിക്ക് വേണ്ടിയിട്ടല്ല പ്രാർത്ഥിക്കുന്നത്. പിന്നെ ആ വാചകം എന്നെ ശ്രദ്ധേയമാക്കി. യഹോവേ, അങ്ങ് തെരഞ്ഞെടുത്തവരുടെ നന്മ ഞാൻ കാണണം. അങ്ങ് തെരഞ്ഞെടുത്തവരുടെ നന്മ ഞാൻ കാണണം. അങ്ങയുടെ ജനത്തിൻ്റെ സന്തോഷത്തിൽ എനിക്കും സന്തോഷിക്കണം. മറ്റുള്ളവരുടെ നന്മ കാണാൻ, പ്രത്യേകിച്ച് ദൈവം തെരഞ്ഞെടുത്തവരുടെ നന്മ കാണാൻ മനസ്സിനകത്ത് കൊതിയോടെ പ്രാർത്ഥിക്കുന്നൊരു ഭക്തൻ. തെരഞ്ഞെടുത്തവർ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഗംഭീരമായ ആത്മീക ഭാഷയായിപ്പോയി. വേദപുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകതയാണത്. നമ്മുടെ കൂട്ടു സഹോദരങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ, ദൈവത്തെ വിശ്വസിക്കുന്നവർ, നമ്മുടെ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചവർ, അവരാണല്ലോ ഈ തിരഞ്ഞെടുക്കപ്പെട്ടവരെന്ന് പറയുന്നത്. ഈ വാക്യത്തെ വിഭജിച്ച് പഠിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ച് നമുക്ക് മനസ്സിലാക്കാം. ദൈവം തിരഞ്ഞെടുത്തവർക്കൊരു നന്മയുണ്ട്. ദൈവം തിരഞ്ഞെടുത്തവർക്കൊരു നന്മയുണ്ട്. ആ നന്മ കാണേണ്ടതിന് അതിന് ഈ മനുഷ്യൻ പ്രാർത്ഥിക്കുകയാണ്. അതിന് ഞാനൊന്ന് ഇന്ന് എന്നെ ദൈവം ചിന്തിപ്പിച്ചതുപോലെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലൊന്നും കൊണ്ടുവരട്ടെ. എന്താണെങ്കിലും ദൈവം തിരഞ്ഞെടുത്തവർക്കൊരു നന്മയുണ്ട്. ആ നന്മ എന്ന് പറയുന്നതിനകത്ത് എന്തൊക്കെയാണോ ഉള്ളടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് പറയാനൊക്കെയില്ല. ഞാൻ നിങ്ങളോട് ആ വാക്ക് വ്യക്തിപരമായി പറയട്ടെ. നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തെങ്കിൽ ആ തെരഞ്ഞെടുപ്പിനകത്തൊരു പാക്കേജുണ്ട്, ഒരു നന്മയുടെ പൊതിക്കെട്ടുണ്ട്. എന്താണ് ആ നന്മ എന്നുള്ളത് ഒരുപാട് രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. ചിലപ്പോൾ വേണമെങ്കിൽ പറയാം നിത്യത, സ്വർഗം, അവിടെ ചെല്ലുമ്പോഴുള്ള പ്രതിഫലം ഒക്കെ ശരിയാണ്. അപ്പോൾ തന്നെ ഈ ഭൂമിയിൽ വെച്ച് തിരഞ്ഞെടുക്കപ്പെട്ടവർക്കൊരു നന്മ ദൈവം കരുതിയിട്ടുണ്ട്. മറ്റു പലരേക്കാൾ ഇവിടെ വെച്ച് തന്നെ കർത്താവ് പറഞ്ഞല്ലോ, എൻ്റെ നാമത്തിന് നിങ്ങൾ എന്തെങ്കിലും സഹിച്ചാൽ, നിങ്ങൾ എന്തെങ്കിലും വിട്ടുകളയേണ്ടി വന്നാൽ ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും നിങ്ങൾക്കതിൻ്റെ പ്രതിഫലം ഉണ്ടാകുമെന്ന്. കർത്താവിന് വേണ്ടി നിൽക്കുന്നവർക്ക് ഈ ലോകത്തിൽ തന്നെ എൻ്റെ പൂർണ്ണത നിത്യതയിലായിരിക്കും. പക്ഷേ ഇവിടെയും ദൈവത്തെ സേവിക്കുന്നവർക്ക് ഒരനുഗ്രഹവും ഒരു വ്യത്യാസമൊക്കെ ദൈവമായ കർത്താവ് കരുതിയിരിക്കും, ഒരു നന്മ. ഞാൻ നിങ്ങളോട് പറയുന്നു, സർവശക്തൻ നിങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഇതൊക്കെ ആത്മീകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കുകളാട്ടോ. തെരഞ്ഞെടുപ്പ്, വിളി, വിശുദ്ധീകരണം, വീണ്ടെടുപ്പ്, വീണ്ടും ജനനം എന്നൊക്കെ പറയുന്നത് നമ്മളത് അവഗണിക്കരുത്. നമ്മുടെ ലൈഫുമായിട്ട് അത് കൺഫേം ചെയ്യണം.
ബൈബിൾ പറയുന്ന വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കണം. നിങ്ങൾക്കത് ഉറപ്പായിട്ടും എന്നെ ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ടെന്നുള്ള കാര്യത്തിനകത്ത് നിങ്ങൾ കൺഫേം ചെയ്യണം. റെയിൽവേ യാത്രയ്ക്ക് ഒരുങ്ങുമ്പോൾ ടിക്കറ്റ് കൺഫേം ചെയ്യത്തില്ലേ? അങ്ങനെ പല പല കാര്യങ്ങളും നിങ്ങൾ ഉറപ്പാക്കണം. സ്വർഗം എന്നെ കുഞ്ഞുങ്ങളെയായിട്ടെടുക്കരുത്. തിരഞ്ഞെടുക്കപ്പെട്ടവർക്കൊരു നന്മയുണ്ട്. പക്ഷേ ഈ ഭക്തൻ പ്രാർത്ഥിക്കുന്നത്, ദൈവമേ ആ നന്മ എൻ്റെ കാലത്ത് എനിക്കൊന്ന് കാണാൻ പറ്റണം. ഞാൻ അങ്ങനെയാണെങ്കിൽ ഈ വാക്യം വെച്ച് നിങ്ങളോടും നിങ്ങളുടെ ചുറ്റുവട്ടത്തോടും പറയട്ടെ, നമ്മുടെ കാലഘട്ടത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ നന്മ എന്ന് പറയുമ്പോൾ വീണ്ടും ജനിച്ച് ദൈവത്തെ സ്നേഹിക്കുന്ന, സേവിക്കുന്ന, നിങ്ങൾ ഇനി അങ്ങോട്ട് പോകാതെ നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ മക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, ഇവർക്കെല്ലാം കർത്താവിൽ വിശ്വസിച്ച് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നിങ്ങളുടെ മക്കളെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഞാൻ അങ്ങനെ കൊണ്ടുവരാമെങ്കിലേ നമുക്ക് വ്യക്തിപരമായിട്ട് ആ ദൂതിനെ നമ്മുടേതാക്കി മാറ്റാൻ പറ്റുള്ളൂ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, അവരെ, നിങ്ങളുടെ കുടുംബത്തെ ദൈവം തിരഞ്ഞെടുത്തു, നിങ്ങളുടെ മക്കളെ ദൈവം തിരഞ്ഞെടുത്തു എന്ന് ഉറപ്പുണ്ടോ? യാക്കോബിനെ നിങ്ങൾ ഓർത്തു നോക്കി, യോസേപ്പിനെ ദൈവം തിരഞ്ഞെടുത്തതാ. ആ മനുഷ്യൻ്റെ വയസ്സാം കാലത്ത്, അദ്ദേഹത്തിൻ്റെ ആയുഷ്കാലത്ത് തന്നെ ആ തിരഞ്ഞെടുക്കപ്പെട്ടവൻ്റെ നന്മ ആ മനുഷ്യൻ കണ്ടില്ലേ? അതൊരു ഭൗതികമാണ്. പഴയ നിയമത്തിൽ ദൈവം തിരഞ്ഞെടുത്തവൻ ഇത്രയും കഷ്ടവും പ്രയാസവും ദുഃഖമൊക്കെ ഈ അപ്പൻ ഒരുപാട് ചിന്തിച്ച് കാണില്ലേ? എൻ്റെ മോൻ എന്നോട് പറഞ്ഞതാണ്, എൻ്റെ ദൈവം എനിക്ക് സ്വപ്നങ്ങൾ തന്നു. അവൻ എന്നോട് ഞാൻ അന്ന് അവനെ വഴക്ക് പറഞ്ഞെങ്കിലും അവൻ വ്യത്യസ്തനായിരുന്നു, ദൈവത്തിൻ്റെ പ്രത്യേകതയുള്ളവനായിരുന്നു, ദൈവാത്മാവുള്ളവനായിരുന്നു. ഒരു അപ്പനറിയാലോ. എന്നിട്ട് എൻ്റെ കുഞ്ഞിനെ കാട്ടുമൃഗം കടിച്ചു കൊന്നോ എന്നൊക്കെ ഓർത്ത അപ്പൻ നെഞ്ചുരുക്കി കരഞ്ഞിട്ടുണ്ടാവില്ലേ? പക്ഷേ ഈ വയസ്സനായ മനുഷ്യൻ മരിക്കുന്നതിനേക്കാൾ മുമ്പ് ദൂരദേശത്ത് ചെന്ന് ദൈവം തിരഞ്ഞെടുത്തവൻ്റെ നന്മ കണ്ടിട്ടല്ലേ ആ മനുഷ്യൻ്റെ കണ്ണടഞ്ഞത്? ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ കുഞ്ഞിനെ ദൈവം തിരഞ്ഞെടുത്തെന്ന് ഓർമ്മയുണ്ട്. അവൻ MBBS എഞ്ചിനീയറോ ആരും ആകട്ടെ, അവിടുന്ന് എവിടും ആകട്ടെ, നിങ്ങളുടെ മക്കളെ സർവശക്തൻ സുവിശേഷ വേലയ്ക്കുള്ള വിളി എന്നല്ല അതിനർത്ഥം. ദൈവം ഈ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തവരുടെ കൂട്ടത്തിൽ എൻ്റെ കുഞ്ഞുങ്ങളുണ്ട്, എൻ്റെ കുടുംബത്തിലെ പ്രിയപ്പെട്ടവരുണ്ട്. നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങളുടെ ചുറ്റുവട്ടത്തെ ഒന്ന് ഓർത്തേ. യൂണിവേഴ്സൽ ചർച്ച് എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ, നിങ്ങളുടെ ചർച്ച് എന്ന് പറയുന്നതിനേക്കാൾ കുറേയോടെ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്നേ. നിങ്ങളുടെ വീട്ടിലേക്ക് നോക്കിയേ, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവരിലേക്ക് നോക്കിയേ. തിരഞ്ഞെടുക്കപ്പെട്ട പലരുമില്ലേ? അവരുടെ നന്മ എൻ്റെ ആയുഷ്കാലത്ത് കാണണം എന്ന അവരോട് കൂടെ സന്തോഷിക്കണം. അതല്ലേ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. ആ നന്മ കാണുക മാത്രമല്ല കർത്താവേ, എനിക്ക് ആ നന്മ അനുഭവിച്ചവരുടെ കൂടെ ഒന്ന് സന്തോഷിക്കണം. നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ, ദൈവമേ അങ്ങ് തിരഞ്ഞെടുത്തവരുടെ നന്മ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ കണ്ണാൽ കാണണം. ആരുടെയൊക്കെയാന്ന് ഈ വാക്ക് നിങ്ങൾക്ക് ദൈവികമായിട്ട് തോന്നുന്നുണ്ടോ? ഈ വാക്ക് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു പ്രെയർ ഡയറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ മെസ്സേജ് കേട്ടതിന് ശേഷം ഡയറിയിലേക്ക് എഴുതാമോ? ഇന്നാരുടെ 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 നന്മ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ കാലത്ത് കാണണം കർത്താവേ. അവരുടെ കൂടെ എനിക്കൊന്ന് ദൈവം കൊടുത്ത നന്മയിൽ ഒന്ന് സന്തോഷിക്കണം കർത്താവേ. ഇന്ന് അവർ ദുഃഖത്തിലായിരിക്കാം, പ്രയാസത്തിലായിരിക്കാം, പക്ഷെ ദൈവം തിരഞ്ഞെടുത്തവർക്കൊരു നന്മയുണ്ട്. അത് ഏതെങ്കിലും കാലത്ത് വരും മോനെ എന്ന് പറഞ്ഞിട്ട് കണ്ണടയ്ക്കരുത്. നിങ്ങളും ഞാനും തിരഞ്ഞെടുക്കപ്പെട്ടവർ, നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ സർക്കിളിൽ ഉള്ളത്. അതുകൊണ്ടാണ് നമ്മൾ വ്യക്തിപരമാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുന്നത്. അവരുടെ നന്മ നീ കാണണം. കണ്ണ് മങ്ങുന്നതിനേക്കാൾ മുമ്പ്, ഓർമ്മ പോകുന്നതിനേക്കാൾ മുമ്പ്, ബലഹീനമാകുന്നതിനേക്കാൾ മുമ്പ്, യാത്ര ചെയ്യാൻ ആരോഗ്യമുള്ളപ്പോൾ തിരഞ്ഞെടുത്തവരുടെ നന്മ യാക്കോബ് പോയി കണ്ടതുപോലെ കാണണം. അവരോട് കൂടെ സന്തോഷിക്കണം. അതെഴുതി വയ്ക്കുക. ആരുടെയൊക്കെ പേര് എഴുതാൻ പോകുന്നേ? നിങ്ങളുടെ മോള്, നിങ്ങളുടെ മോൻ കല്യാണം കഴിച്ച കൊച്ച്, ഇവരൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഇപ്പോഴാണോ ചിന്തിക്കുന്നത്? ദൈവം തിരഞ്ഞെടുത്ത വീട്ടിൽ നിന്നല്ലേ നിങ്ങളുടെ കുഞ്ഞ് വിവാഹം കഴിച്ചത്? അങ്ങനെയാണെങ്കിൽ ആ കൊച്ചിനെ കൂടി ചേർത്തെഴുത്. നിങ്ങൾ ആരൊക്കെയാണ്? നിങ്ങളുടെ വീട്ടിലുള്ളവർ മാത്രമല്ല, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആരൊക്കെയാണ്? ദാവീദ് ആഗ്രഹിച്ചതുപോലെ എഴുതി വയ്ക്കുക. എൻ്റെ കർത്താവേ, എൻ്റെ ആയുഷ്കാലത്ത് ഈ കൊച്ചിൻ്റെ, ഇവൻ്റെ, ഇവളുടെ നന്മ എനിക്ക് കാണണം. അവളോടുകൂടെ എനിക്കും
ആനന്ദിച്ച് സന്തോഷിക്കണം. ഒന്ന് എഴുതി വയ്ക്കേ. ദൈവം അത് കാണിച്ചു തരും, താമസിക്കത്തില്ല. പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ സങ്കീർത്തനക്കാരൻ ആഗ്രഹിച്ചത് ഇന്ന് ഞങ്ങളെ ചൂണ്ടിക്കാണിച്ചു തന്നു. ഞങ്ങളും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് തെരഞ്ഞെടുത്തവർക്ക് ഒരു നന്മ അങ്ങ് കരുതിയിട്ടുണ്ട്. അവരോട് കൂടെ ആ നന്മ കാണാനും ആനന്ദിക്കാനും സന്തോഷിക്കാനും കാലങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ ഇത് കേട്ട് വിശ്വസിച്ച് എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം അത് കാണിച്ചു കൊടുക്കണം. അവിടെ ചെന്നവർ യാക്കോബ് യോസേപ്പിൽ ആനന്ദിച്ചതുപോലെ ചെന്ന് കണ്ട് ആനന്ദിക്കാനിടയാക്കണം. സംഭവിക്കണേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ പിതാവേ. ആമേൻ.